ഇപ്പം എവിടെയെങ്കിലും പോകാനിറങ്ങിയാലും അതുപോലെ തന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ആളിങ്ങനെ ഒരു പാട്ട് പാടും കേട്ടോ. ആൾ ഫോണിൽ കണ്ടിട്ട് പഠിച്ചേക്കനാണ് ഈ പാട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു വീട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരാൻ നേരത്ത് എനിക്ക് അങ്ങനെ വാപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു. വാപ്പയാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലാക്കി തന്നിട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ പോണത് എൻ്റെ വീട്ടിലോട്ടാണേ. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഒരു ഫ്രൂട്ടിയും അതുപോലെ തന്നെ സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഉമ്മാരെ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഉമ്മാനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാട്ടോ പോയത്. അപ്പോൾ ഇക്കാക്കട അല്ലേ വാപ്പാടെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും പാപ്പയും കൂടി നേരെ കടി വാങ്ങിക്കാൻ വേണ്ടി പോയി. എനിക്ക് പരിപ്പോട കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ നല്ല മുരിമുരി പോലത്തെ ഒരു പരിപ്പോടയും വാങ്ങിച്ച് അവർക്കൊക്കെ പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. നല്ല കാറ്റും അതുപോലെ തന്നെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവേ. ബാക്കി എല്ലാവരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർക്ക് ചായ കൊടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഷെയർ ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഒത്തൊരുമാണ്. ഇതൊന്നും ഉണ്ടായാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കണായിരുന്നു കേട്ടോ. എനിക്ക് നാളെ മറ്റന്നാളൊക്കെ ഒരു കല്യാണമുണ്ട് ഷിൻകാൻ്റെ ഫാമിലിയിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു മിഠായിയൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത്രയുള്ളത്തോട് ഇഷ്ടപ്പെട്ടു.